നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരയവുമില്ലാതെ തുടരുമ്പോൾ ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയുടെ തല തന്നെയാണ് ഇസ്രായേലിന് വേണ്ടത്. ഇല്ലാത്ത പക്ഷം ഇനിയും ഇറാൻ ബുദ്ധിമുട്ടുമെന്നത് വ്യക്തമാണ്. ഖമേനിയെ വകവരുത്തുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. ഇക്കാര്യം ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷവും ഖമേനിയെ വകവരുത്തുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖമേനിയെ വധിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇതോടെ പ്രാണഭയത്താൽ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് മാറി പരമോന്നത നേതാവ് രക്ഷാകവചം ഒരുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ പരമോന്നത നേതാവ് പൊതുപരിപാടികളെല്ലാം റദ്ദു ചെയ്ത് നെട്ടോട്ടം. ഖമേനിയെ വധിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിലപാട് കടുപ്പിക്കുകയാണ്. സൈനിക തലവന്മാരെ കൊന്ന ഇസ്രായേൽ സേനയെ പേടിച്ച് ഇറാൻ വലിയ കരുതലുകളെയാണ് എടുക്കുന്നത്. വൻ പ്രതിസന്ധിയിലാണ് ഇറാൻ എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. സമ്പൂർണ്ണ യുദ്ധത്തിലേക്കെന്ന സൂചനകളുമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമാവുകയാണ്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ ആക്രമണം നടത്തിയതിനു പിന്നാലെ അതിരൂക്ഷ വ്യോമാക്രമണവുമായി ഇസ്രായേൽ വ്യക്തമായ സന്ദേശം നൽകുകയാണ്. ഒരു സൈനിക താവളത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ യുദ്ധവിമാനങ്ങൾ മിസൈൽ ഉപയോഗിച്ച് തകർത്തെന്നും പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രം തകർത്തെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇതിനിടെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ ഇല്ലാതാക്കിയാൽ സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത്. ഇസ്രായേലിനെ US സഹായിക്കുന്നുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ US-ന് ഇടപെടാനാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. അതേസമയം യുദ്ധത്തിൽ ഇറാൻ വിജയിക്കില്ലെന്നും ഏറെ വൈകാതെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എല്ലാവരും ടെഹ്റാൻ വിട്ടുപോകണമെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ കുറിച്ചു. സംഘർഷം അവസാനിപ്പിക്കണമെന്ന ഡിസൈൻ പ്രസ്താവനയിൽ ഒപ്പിടാൻ ട്രംപ് തയ്യാറായില്ല. അതേസമയം ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ആഗോള ഭീഷണി എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന്റെ നടപടികൾ ഇറാന്റെ പ്രേരിതമായ എന്നേക്കുമുള്ള യുദ്ധം തടയാനാണ് ലക്ഷ്യമിടുന്നതെന്നും അത് ലോകത്തെ ആണവ ദുരന്തത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഖമേനിയെ വധിക്കാൻ അവസരമുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശവാദം. ഇക്കാര്യം US-ന് മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചെങ്കിലും ട്രംപ് തള്ളിക്കളഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വന്നത്. ഇറാനെ ആക്രമിക്കും മുൻപ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്ന് നെതന്യാഹു പറയുന്നു. ഇസ്രായേൽ ആക്രമണം ഭയന്ന് ഒളിവിൽ പോയി ഇറാന്റെ പരമോന്നത നേതാവ് എന്നാണ് റിപ്പോർട്ട്. ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജീവനും കൊണ്ട് ഖമേനിയും കുടുംബവും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയത്. ഖമേനി, മകൻ മുജ്താബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലേക്ക് മാറിയെന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. ഖമേനി രാജ്യത്ത് ഒരിടത്തും സുരക്ഷിതനല്ലെന്നുള്ള മുന്നറിയിപ്പാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഖമേനിയെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടിരുന്നെന്നും എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുന്നതിന് തീരുമാനമെടുക്കാൻ അവസാന അവസരം നൽകിയതാണെന്നും ഇറാൻ ഇന്റർനാഷണൽ അറിയിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.